പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ISLൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 10 മത്സരങ്ങളാണ് നിലവിൽ കളിച്ചിട്ടുള്ളത്. അതിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിന് നേടിയെടുക്കാൻ സാധിച്ചത് വെറും 3 വിജയം മാത്രമാണ്. 5 മത്സരങ്ങൾ പരാജയപ്പെട്ടു. അതായത് ബ്ലാസ്റ്റേഴ്സ് 10 മത്സരങ്ങൾ കളിച്ചപ്പോൾ അതിൽ 5ലും പരാജയപ്പെട്ടു. അതായത് പകുതി മത്സരവും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു എന്നർത്ഥം. എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ 19 സ്റ്റോപ്പേജ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇപ്പോൾ ബംഗളൂരു FCയുടെ സൂപ്പർ താരമായ നംഗ്യാൽ ബുട്ടിയ എന്ന് പറയുന്ന താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. നംഗ്യാൽ ബുട്ടിയ എന്ന് പറയുന്ന താരം ബംഗളൂരു FCയുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. താരത്തിന് ബംഗളൂരു FCയിൽ കാര്യമായ അവസരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ താരത്തെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയെന്നാണ് 19 സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ ISL ട്രാൻസ്ഫർ മാർക്കറ്റ് കാണിക്കുന്നത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തെ 100% സ്വന്തമാക്കിയെന്നാണ് അവർ അതിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നും അവർ അതിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം, 19 സ്റ്റോപ്പേജും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചും പറയാം, നംഗ്യാൽ ബുട്ടിയ ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയറാണ്. എന്തായാലും ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ജനുവരിയോടുകൂടിയേ ഉണ്ടാകൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് അടുത്ത മാസം, ഇന്ന് ഡിസംബർ 1 അടുത്ത മാസം ജനുവരി മാസത്തോടെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാകും. ജനുവരി ആകുമ്പോഴത്തേക്കും താരം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തിച്ചേരുമെന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FCക്ക് ട്രാൻസ്ഫർ ഫീ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ താരത്തെ കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ സീസൺ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നംഗ്യാൽ ബുട്ടിയെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെ ബംഗളൂരു FC വിട്ടുകൊടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ട്രാൻസ്ഫർ ഫീ വാങ്ങിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നംഗ്യാൽ ബുട്ടിയെ സ്വന്തമാക്കിയിരിക്കുകയാണ്.